ഹലോ. ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും. നിങ്ങൾ ബിസിയാണോ? പറഞ്ഞോളൂ. ഞാൻ മൻസൂർ മണ്ണാർക്കാടല്ലേ? ഞാൻ മൻസൂർ മണ്ണാർക്കാടാണ്. അതെ, ഞാൻ പിന്നെ മുഹമ്മദ് ബാവ എയർ നഗർ. മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. വേങ്ങര മുഖാമുഖത്തിന് ചോദ്യം ചോദിച്ചാൽ. ഓക്കെ, പറയൂ. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഓക്കെ. അപ്പോ ഞാൻ പിന്നെ എനിക്ക് ആ വീഡിയോ ഫുള്ള് അവര് സംഘാടകരോട് തരാൻ പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. അതിന്റെ 2 ദിവസം കഴിഞ്ഞാൽ അത് 19-ാം തീയതി ആയിരുന്നു. 21-ാം തീയതി മഞ്ചേരി ഉണ്ടായിരുന്നു, കാരക്കുന്ന്. അത് രണ്ടും സംഘാടകരോട് എന്റെ നമ്പർ കൊടുത്തിട്ട് ഫുള്ള് വീഡിയോ നൽകാൻ വേണ്ടി പറഞ്ഞിരുന്നു. അവര് രണ്ടും ഇതുവരെ നൽകിയിട്ടില്ല. അപ്പൊ നിങ്ങളത് പിന്നെ ചാനലിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ള എന്നോട് പല ആളുകളും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചത് നിങ്ങൾ ആ ഫുള്ള് വീഡിയോ, നിങ്ങൾക്ക് കിട്ടിയ ഫുള്ള് വീഡിയോ എനിക്കൊന്ന് PM അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എനിക്ക് ഫുള്ള് വീഡിയോ ആയിട്ടല്ല കിട്ടിയിട്ടുള്ളത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതിന്റെ ഇടയിൽ മാത്രം റെക്കോർഡ് ചെയ്തതാണ്. നമ്മൾ ഫോണിലാണ് സാധാരണ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കൂടുതൽ നമ്മുടെ ഫോണിൽ മെമ്മറിയിൽ ഇരിക്കാത്തത് കാരണം കൊണ്ട് ഡിലീറ്റ് ചെയ്തും കളയും. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന അവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെ, ചെമ്മാട് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ ഉപയോഗിച്ചിരുന്നു. അതെ, ആ വീഡിയോ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇൻഷാ അല്ലാ ഇത് വാട്സപ്പ് ഉണ്ടെങ്കിൽ അയച്ചു തരാം. എന്റെ ഈ നമ്പർ വാട്സപ്പ് ആണ്. നിങ്ങൾക്ക് കിട്ടിയത് ഉള്ളത് എനിക്ക് PM ഒന്ന് വിട്ടു. പിന്നെ അവിടെ ഇനിയും നിങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ തുടർ ചോദ്യങ്ങൾ ഇതുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ആളാണ്. ഈ പിന്നെ എന്നാൽ കഴിയുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ പിന്നെ ഔട്ട്സൈഡില് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ആദ്യത്തെ മുഖാമുഖാണ് പിന്നെ ചോദ്യത്തിലാണ് ഞാൻ പങ്കെടുത്തത് ഔട്ട്സൈഡില്. രണ്ടാമത്തെ മണ്ണാർക്കാട്. ഇനി മൂന്നാമത്തെ അവര് ഇൻഷാ അല്ലാ ഏകദേശം വൈകാത്ത ദൂരത്താണെന്നല്ല, തീർച്ചയായും ഞാൻ പങ്കെടുക്കും. മണ്ണാർക്കാട് ഏത് മുഖാമുഖത്തിലാണ് പങ്കെടുത്തത്? മണ്ണാർക്കാടല്ല, പിന്നെ ഇവിടെ മഞ്ചേരി കാരക്കുന്ന് രണ്ടാമത്തെ പങ്കെടുക്കും. അതായത് പിന്നെ പത്തപ്പിരിയം അബ്ദുൾ റഷീദ് സക്കാഫിയുടെ അവിടെ പിന്നെ ഒന്നും കൂടി കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ട്, കാരണം അവരുടെ സ്ഥാപനത്തിൽ ചെന്ന് അവരുടെ ആസ്ഥാനത്ത് ചെന്നിട്ടാണല്ലോ ചോദിക്കുന്നത്. അതെ, പിന്നെ ഞാൻ വളരെ ലളിതമായിട്ടാണ് ചോദിക്കുന്നത്. PK സക്കാഫിയാൽ ഇടപെട്ടാണ് കൊളാക്കിയെന്ന് മാത്രം. പിന്നെ അലവി സക്കാഫിയും മറ്റ് സക്കാഫിമാരും മറുപടി പറയുന്നതൊന്നും എന്താ, ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹു സുമ്മല്ലദീന യലൂനഹു, ആ ഉത്തമ നൂറ്റാണ്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞു തരണം. സർഫ് സ്വാലിഹ്ങ്ങളുടെ മാർഗത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ ആദർശത്തിൽ പിന്നെ ദലീൽ വെച്ച് പറഞ്ഞാൽ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. അത് അലവി സക്കാഫി അതിന് മറുപടി പറയുമ്പോൾ 1000 കൊല്ലം മുമ്പുള്ള ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിനെ ഖണ്ഡിച്ചുകൂടെ പിന്നെ ചോദിക്കണ്ട. 1000 കൊല്ലോ 1100 നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയേണ്ടത് ഉത്തമ നൂറ്റാണ്ട്, ആ 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയേണ്ടത്. പിന്നെ പല കിതാബിലും പല ചരിത്ര സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ചരിത്ര സംഭവങ്ങളല്ല വേണ്ടത്. ഇന്ന ആയത്ത്, ഇന്ന സ്വഹീഹായ ഹദീസ്, ഇന്ന അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ, ഇമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാര്, അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. പഴുതടച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. മറുപടി ഇപ്പോ നമുക്കറിയാം, അവരെ മറുപടി ഇങ്ങനെ തന്നെ ആയിരിക്കുന്നുള്ളത്, ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇനി ഇൻഷാ അല്ലാ തുടർ മുഖാമുഖം, എവിടൊക്കെ മുഖാമുഖം ഉണ്ട് നിങ്ങൾ എന്റെ PM അറിയിച്ചോളൂ, ഞാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. ഓക്കെ, ഞാൻ ഈ മുഖാമുഖങ്ങളുടെ ഒന്നും ഡീറ്റെയിൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം സംസാരിക്കാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ എന്റെ PM വിട്ടോളൂ ഇൻഷാ അല്ലാ. മറ്റൊരു കാര്യം പറയാനുള്ളത്, അവര് നിങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞു തരുമ്പോ ആ ഒരു മറുപടിയിൽ നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അല്ല, ഞാൻ ഉപചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ പിന്നെന്താ വെച്ചാല് പിന്നെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് അവരെ കൊണ്ടുവന്നതാണ്. ഇനി ഇന്ന് മുഖാമുഖത്തിൽ ഒരു ചോദ്യം ചോദിച്ചു ഉപചോദ്യം, അതിന്റെ ഉപചോദ്യം ഇങ്ങനെ പോകും ഇൻഷാ അല്ലാ. അതായിരിക്കും ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കപ്പെടുവാൻ. ഇത് ഇങ്ങനെ സംസാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒന്ന് അലവി സഖാഫിയെ മറുപടി പറയണമെന്ന് പറയുന്ന ഒരു കാര്യം, അതോടനുബന്ധമായിക്കൊണ്ട് നിങ്ങൾ അദ്ദേഹം പറയുന്ന മറുപടിക്ക് അതിൽ അദ്ദേഹം പറയുന്നത് അതൊരു ക്ലാരിറ്റി കുറവുള്ള ഭാഗങ്ങൾ നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്യാതെ, അതിനോട് ഉപചോദ്യം ചോദിക്കാതെ ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് അവർ വിജയമായിട്ടാണ് കണക്കാക്കുക.
യെസ്, അത് മഞ്ചേരിയിലെ അവിടെ പിന്നെ കുറച്ച്, കാരണം ഞാൻ ഹക്കായി സ്വീകരിക്കും, ബാത്തിലായി തള്ളിക്കളയും എന്ന് പറഞ്ഞു. അത് ഞാൻ രാത്രി 10:30 മണിക്ക് അവരുടെ സ്ഥാപനത്തിൽ ചെന്നിട്ട് ചോദിക്കണേ. അപ്പൊ അവിടെ ആ ഒരു രീതിയിൽ കുറച്ചൊരു ഞാൻ ശൈലി അങ്ങനെ ആ രീതിയിലേക്ക് പോയതിന്റെ ചെറിയൊരു ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്. ഇനിയുള്ള മുഖാമുഖത്തിന് അങ്ങനെ വരില്ല, വളരെ ശ്രദ്ധിച്ചിട്ടേ പോകുള്ളൂ. ഇൻഷാ അല്ലാ. അപ്പം ആ ഒരു സംശയം ഈ പറയുന്ന എനിക്കും ഉണ്ടായിരുന്നു. അതെ, അതായത് അവരവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അലവി സഖാഫി പറഞ്ഞത് ചോദ്യകർത്താവ് അംഗീകരിക്കുന്നു എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് അവര് വീഡിയോ ഇറക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംശയിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഉപകാരപ്രദമാവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംസാരം പുറത്തേക്ക് കൊണ്ടുവരാം. അതെ, ഇനി വളരെ കൃത്യമായിട്ട് പഴുതടിച്ചുകൊണ്ടായിരിക്കും ചോദ്യവും അതിന്റെ ഖണ്ഡനവും നിരൂപണവും ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും, കാരണം അവർക്ക് വോയിസോ ക്ലിപ്പോ ആക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും ഇനി ഉണ്ടാവുക. ഇൻഷാ അല്ലാ. ഇനി ഒരു കാര്യമുള്ളത്, നിങ്ങൾ ഇപ്പൊ 2 മുഖാമുഖം, ഒന്ന് വേങ്ങരയും ഒന്ന് കാരക്കുന്ന് ഫലാഹിൽ വെച്ച്, ഫലാഹല്ല അവരുടെ സ്ഥാപനത്തിൽ വെച്ച് നടന്ന അൽഫലാഹ്. ഈ അൽഫലാഹിൽ വെച്ച് നടന്ന മുഖാമുഖത്തില് ഞാൻ ആ മുഖാമുഖം മുഴുവൻ കണ്ടു. അതില് ആദ്യം പത്തപ്പിരിയൻ സംസാരിച്ചു, പിന്നെ മുഖാമുഖം തുടങ്ങിയ സമയത്ത് തന്നെ സലാം സഖാഫി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുടക്കത്തില് ആദ്യം വരുന്നത് അവരുടെ തന്നെ ഒരു ബുദ്ധി കേന്ദ്രമായ നമ്മുടെ നാട്ടിലൊരു ഖത്തീബാണ് ഏലംകുളം സഖാഫി. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പിന്നീടാണ് അലവി സഖാഫി വരുന്നത്. ഈ സംസാരങ്ങളിലെല്ലാം നിങ്ങളിപ്പോ എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു അർത്ഥത്തിൽ ഉപചോദ്യം വരാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. ഒരു കാര്യം കൂടി നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? അതായത് നിങ്ങള് ഈ 2 മുഖാമുഖത്തിൽ എന്താണ് അവരോട് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിച്ച മറുപടിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുമോ? ഞാനോ? അതായത് പിന്നെ അവരിപ്പോ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞ കുറെ ചരിത്രങ്ങളാണ്, ഹിക്കായത്തുകളാണ്. അതെ, അത് പല കിതാബുകളിലും അവര് പിന്നെ ഇമാമിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒരു ചരിത്ര സംഭവം എന്നുള്ള നിലയ്ക്ക് അവർ വിശദീകരിച്ചതാണ്. അതെ. അതല്ലാതെ പിന്നെ ഈ റജുലുൻ ഇലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ സംഭവം, ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബിയുടെ സംഭവം, രണ്ട് സംഭവമാണ് എല്ലാ കിതാബിലും ഉള്ളത്. അല്ല അവിടെ ഒരു തിരുത്തു വരുത്തുന്നുണ്ട്. ഒന്ന് ഒരു സംഭവമാണ് ഹാരിസ് ബിൻ ബിലാൽ അൽ മുസ്നി എന്ന് പറയുന്ന സ്വഹാബി വര്യൻ. അദ്ദേഹം സ്വപ്നം കണ്ടു, അത് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അതൊരു സംഭവമാണ്. ഒരു സംഭവം അങ്ങനെ. മറ്റേത് ഇസ്തസ്കലി ഉമ്മത്തി യാ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു കള്ളക്കഥയുമാണ്. അതെ, അതൊരു കള്ളക്കഥയാണ്. ഇത് രണ്ടിനും കൃത്യമായ സനദുകൾ മുറിഞ്ഞു പോവുകയാണ്. ഇല്ല, ഈ ഹാരിസ് ബിൻ മുസ്നി റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ സനദ് മുറിഞ്ഞിട്ടില്ല, അത് വളരെ കൃത്യമാണ്. മറ്റേ വിഷയത്തില് അതൊരു സീറയിൽ കൊടുത്തത്, ഇപ്പോ സൈഫിന്റെ ഫുത്തൂഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അതൊരു ചരിത്രമായി ഇപ്പോ പറയുന്നുണ്ട്. അതെ, പക്ഷെ അതിനൊരു ആധികാരികതയും ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഓക്കെ. അതെ. പിന്നെ തവസ്സുല്, പിന്നെ അവർ തവസ്സുൽ എന്താ ഈ അനുവദനീയമായ തവസ്സുലുണ്ട്. അപ്പൊ തവസ്സുല് അവർ ഈ ബിദ്അത്തായ തവസ്സുല്, ശിർക്കായ തവസ്സുലും അനുവദനീയം എന്നുള്ള നിലക്കാണ് അവർ ഇടയാളനെ തേടുക എന്നുള്ള നിലക്ക് തവസ്സുൽ അവർ വിശദീകരിക്കുന്നത്. അതെ. ജായിസായ തവസ്സുലുണ്ട്, സുന്നത്തായ തവസ്സുലുണ്ട്, അനുവദനീയമല്ലാത്ത ഷിർക്കിലേക്ക് വഴിവെക്കുന്ന തവസ്സുലുണ്ട്. അതിൽ മൂന്നാമത്തെ ഭാഗമായ ഷിർക്കിലേക്ക് വഴിവെക്കുന്ന ബിദ്അത്തായ തവസ്സുലാണ് അവർ ഇസ്തിഗാസ എന്ന പേരിൽ ചെയ്യുന്നത്. പക്ഷെ അവർ തവസ്സുൽ ഇസ്തിഷ്ഫാ എന്ന മേഖലയിലേക്കാണ് ഈ ഇസ്തിഗാസിനെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇസ്തിഗാസ എന്നുള്ള ആ ഒരു സംഭവം അവര് പറയുന്ന തർക്കത്തിലിരിക്കുന്നത് ആവട്ടെ അല്ലാത്താവട്ടെ അള്ളാഹുവോടല്ലാത്തൊരു ഇസ്തിഗാസ ഇല്ല. പിന്നെ നമ്മൾ തമ്മിൽ ഇപ്പോ നേർക്ക് നേരെ മനുഷ്യരോട് ചെയ്യുന്ന ആ ഒരു അത് മറ്റൊരു വിഷയമാണ്. ഇതില് ഇവര് പരാജയപ്പെടുന്ന വലിയൊരു കാര്യമുണ്ട് സാഹിബേ. ഇവർ ഇസ്തിഗാസ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മൗലൂദുകള് സത്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും അവരുടെ ഉസ്താദന്മാര് പറഞ്ഞത് സത്യമാണ് എന്ന് പറയുവാനല്ലോ ഇതിന് നടക്കുന്നത്. അതെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്.
മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്, പിന്നെ ഔലിയാക്കൾക്ക് കറാമത്തും നൽകിയിട്ടുണ്ട്. പക്ഷെ അത് അള്ളാഹു നൽകുന്നതാണ്. അത് ഇസ്തിഗാസ ചെയ്യാൻ തെളിവല്ല. അതല്ല പറഞ്ഞതേ, ഈ മോചിതത്ത് നൽകിയിട്ടുണ്ട്. ആ മോചിതത്ത് കൊണ്ട് പ്രവാചകന്മാരിലൂടെ അവരുടെ ജനത സഹായം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ. എന്നാൽ ഒരു കറാമത്ത് കൊണ്ട് ആരാണ് സഹായം സ്വീകരിച്ചിട്ടുള്ളത്? ഒരാളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മരണപ്പെട്ട വ്യക്തി അത് വലിയാണ് എന്ന് അവർ അവകാശപ്പെടുന്ന ആളോട് ഇവര് ഇസ്തിഗാസ എന്ന പേരിൽ പച്ച ശിർക്ക് വിളിച്ചു തേടുന്നുണ്ട്. അതിന് സഹായം ലഭിച്ചു എന്നവർ പറയുന്നു. ഹയാത്ത് കാലത്ത് കറാമത്തുകളായിട്ട് നടന്നു, കുറെ കറാമത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുള്ളൂ. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആദരവാണ്, അത് ചോദിച്ചാൽ കിട്ടണമല്ല. അതെ. ഈ കറാമത്ത് കൊണ്ട് ഹയാത്ത് കാലത്ത് ഒരു വലിയ ആരാണെന്നും അറിയണമെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ അന്ന് വന്നിട്ടുണ്ട്. അതായത് ആ സഖാഫി ഉണ്ടല്ലോ, പി കെ എൻ സഖാഫി, മൂപ്പര് മഹാനാണെന്ന് പറഞ്ഞത് അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞത്. അവിടെ എനിക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ പോയത് എന്ത് വെച്ചാൽ മൈക്ക് വാങ്ങുകയും അദ്ദേഹത്തിന് മാനസികമായിട്ട് സുഖമില്ലാത്ത ആളാണ്, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹം നിർത്തൂല എന്ന് പറഞ്ഞുകൊണ്ട് അവര് വളരെ സമർത്ഥപരമായി 2-3 പേര് വന്നിട്ട് മൈക്ക് വാങ്ങി. പിന്നെ 1-2 ആള് വന്നിട്ട് പരിക്കനായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നോട്. അവരെ സംഘാടകരാണ് മാറ്റുകയും ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് അവിടെ കാരണം എന്താ വെച്ചാല് മഹാത്മാക്കൾ ആരൊക്കെ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്തുകളും പൂർണ്ണമായി അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണ് മഹാന്മാർ. ആ മഹാന്മാർ ആരൊക്കെ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയൂ. അമ്പിയാക്കളെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നോണ്ട് നമുക്കറിയാം, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. പിന്നെ ഔലിയാക്കളെ കുറിച്ചാണ് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ആത്യന്തികമായിട്ട് അതാണ് ഞാൻ അവിടെ എന്തല്ലാ, പിന്നെ മൂപ്പര് മഹാനാണോ ചോദിച്ചപ്പോ അത് അള്ളാഹുവിന് അറിയാം എന്തല്ലാ എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ആ ശൈലി സ്വീകരിച്ചപ്പോ പൊതുവെ ഞാൻ അങ്ങനെ ഒരു ശൈലി ഉദ്ദേശിച്ചിട്ടില്ല അവിടെ. പിന്നെ 10,000-കണക്കിന് ആളുകളാണ്. പിന്നെ ഞാൻ ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എന്നെ പരിചയമുള്ള ഒരുപാട് ആളുകളും അവിടെയുണ്ട്. അപ്പൊ എന്നിരുന്നാൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, അത് മുഖാമുഖം ഒരു കോളാക്കോ പ്രശ്നമാക്കോ പിന്നെ ആളുകളുടെ ഇടയിൽ എന്റെ ഇമേജ് നഷ്ടപ്പെടും. അപ്പൊ പഴയ ചെറുപ്പക്കാലത്തെ മാതിരിയല്ല ഇപ്പോഴും പറഞ്ഞാല് നമ്മള് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡിന് ഇമേജിന് കോട്ടം തട്ടുമോ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷെ എന്തായാലും വേങ്ങരയിൽ ആ പി കെ സഖാഫി ഇടപെട്ട് പറഞ്ഞത് AP വിഭാഗം സമസ്തക്കാരെ ഇടയിൽ തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, കുടുംബത്തിലുള്ളവരും സുഹൃത്തുക്കളും പുറത്തുള്ളവരും. തീർച്ചയായിട്ടും ഒരുപാട് കാരണം അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, പിന്നെ അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. അതേമാതിരി മൂപ്പര് ആത്മാവാണെന്ന് എങ്ങനെ പറയും, മൂപ്പര് മരണപ്പെട്ട മൂപ്പരോട് എങ്ങനെ ചോദിക്കാം, അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പം അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിചിന്തനം ചെയ്യാനുള്ള കാരണവുമായിട്ടുണ്ട്. അതായത് പിന്നെ അതുകൊണ്ടാണ് നൗഷാദ് ഹസനിയും പിന്നെ അതേമാതിരി വിസ്റ്റം മുജാഹിദിലുള്ള ഫൈസൽ മുസ്ലിയാർ ഇവരൊക്കെ പരിപാടി വെച്ച മുഖം നഷ്ടപ്പെട്ട മുഖാമുഖം എന്ന് ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് നടത്താനുള്ള കാരണം എന്റെ ക്ലിപ്പിംഗ് ഉപയോഗിച്ച്. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കയ്യിൽ ഏതെങ്കിലും കിടക്കുന്നുണ്ടോന്ന് നോക്കട്ടെ. പിന്നെ മഞ്ചേരിത്തെ കുറെ എനിക്ക് ഒരു പിന്നെ മഞ്ചേരിയുള്ള ഒരു അൻവരി എന്ന് പറഞ്ഞ റിയാദുൽ പരിചയം അയാൾ എനിക്ക് അയച്ചു തന്നു. അതിലേറെക്കുറെ ഉണ്ട്. ഈ വേങ്ങരത്ത് എനിക്ക് എന്താ വെച്ചാല് ആ വൈറലായ ഭാഗം മാത്രമേ എനിക്ക് വേങ്ങരത്ത് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവിടെ റെഡിമെയ്ഡ് ചോദ്യം ചോദിച്ച ചങ്ങാതി ഉണ്ട്. അയാള് AP വിഭാഗത്തിന്റെ ചാനലിന്റെ ആളാണ്. അപ്പൊ അയാൾ എന്നെ ഒരു പിന്നെ മുജാഹിദിലേക്ക് കൊണ്ടുപോയി കണ്ട അയാൾ അവതരണം ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാന് 21 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു, സജീവ രംഗത്തുണ്ടായിരുന്ന ആളാണ്. KNM-ലും വിസ്തം ഭാഗത്തൊക്കെ സജീവം ഉണ്ടായിരുന്ന ആളാണ്. സമസ്തയിൽ അങ്ങോട്ട് പോയിരുന്ന ആളാണ് ചെറുപ്പത്തില്. പിന്നെ ഇപ്പോഴ് എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യണം, എന്റെ സംസാരത്തിന് ഇതിലൊരു ബുദ്ധിമുട്ട് ആർക്കും വരണ്ട എന്നുള്ളവർക്ക് ഞാൻ മുജാഹിദുകളുടെ ഐക്യത്തിനും അതേപോലെ തന്നെ എല്ലാവരും ഒന്നാവണം എന്നുള്ളതൊക്കെ പ്രതീക്ഷ നിൽക്കുന്ന ഒരാളാണ്. ഞാനും അതേ ചിന്താഗതിയിൽ പോണ ആളാണ്. പിന്നെ ഞാൻ 1-2 ചാരിറ്റിയിൽ പ്രവർത്തിക്കുകയാണ്. പാലക്കാട് ബേസ് ചെയ്തൊരു ചാരിറ്റി ഉണ്ട്. പിന്നെ GN ഫൗണ്ടേഷൻ എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ മലപ്പുറത്ത് ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യ രക്ഷാധികാരിയായ ഒരു ചാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രഥമ ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ട് എന്നെയാണ് അവർ തെരഞ്ഞെടുത്തത്. അതേപോലെ
പിന്നെ കേരള മദ്യ നിരോധന സമിതിയിൽ ഞാനുണ്ട്. അതേപോലെ അങ്ങനെയുള്ള അപ്പൊ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ എല്ലാവരോടും ആരും ഒരു വെറുപ്പിക്കാത്ത രൂപത്തിൽ എല്ലാവരും പഠിക്കണം, എല്ലാവരും നന്നാവണം, എല്ലാവരും ഇസ്ലാമിക പ്രബോധനം നല്ല രൂപത്തിൽ എത്തിക്കണം. ആ വേഗത്തെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ, ആ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നമുക്ക് എങ്ങനെ ഇസ്ലാമിക പ്രബോധനം എത്തിക്കണം, നമ്പ്രദ്ദങ്ങളെ, മൊയ്തീഷേക്ക്, CM മടവൂരെ എന്റെ ഇങ്ങനെ ഇസ്തിഹാസ നടത്തുന്ന നമ്മൾ അതില് പിന്നെ ഓം അസ്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ അങ്ങനെ ഈശ്വരനോട് മാത്രം അവരെന്ത് ചെയ്യാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ബിംബങ്ങളെ ആരാധിക്കാത്ത ആളുകളൊക്കെ ഹൈന്ദവരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞ മറുപടിയൊക്കെ നന്നായി പൊട്ടത്തരാണ്. നിങ്ങൾക്കും എനിക്കും സെലഫികൾക്ക് അറിയാം അയാൾ പറഞ്ഞ മറുപടികളൊക്കെ പൊട്ടത്തരാണെന്നുള്ളത്. പക്ഷെ അന്തംഗമ്യ ആളുകൾ എന്താ വെച്ചാ നല്ല മറുപടികൾ, സക്കാഫിന്റെ അവതരണം നല്ല അവതരണം, നിങ്ങൾ പറഞ്ഞ ഏലംകുളം സക്കാഫിന്റെ അവതരണം, ഏലംകുളം സക്കാഫി അവിടെ ശരിക്ക് അയാൾ ആ ചോദ്യത്തിൽ കുടുങ്ങിയിടാം. കാലക്കൊന്ന് ചോദ്യം അയാളെ പിന്നെ അയാളെ കുറിച്ച് പക്വത ഉണ്ട്. അയാൾ വളരെ ചോദ്യത്തെ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അയാൾ മറുപടി പറയുന്നത്. അവർ ശ്രദ്ധിച്ചാൽ അറിയാം ശരിക്കും. അതെന്താ വെച്ചാൽ എന്റെ ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തുള്ള പണ്ഡിതന്മാരും മുത്താലിമീങ്ങളും ചിന്തിക്കട്ടെ എന്നാണ് എന്റെ ആ ചോദ്യങ്ങളുടെ എന്റെ ആത്യന്തികമായ കൂടുതൽ ലക്ഷ്യം. അതോടൊപ്പം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരും അത് പഠിക്കട്ടെ, അറിയട്ടെ. അതുകൊണ്ടാണ് ആ ഇബാറത്ത് സ്ക്രീനിൽ ഇടണം, അതിന് മാന പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ മഞ്ചേരിത്ത് ഒന്നും കൂടി ഒരു കാരക്കുന്ന് മുഖാമുഖം ഒന്നും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് ഞാൻ തമാശ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി ചോദിക്കുന്നത്. അവിടുന്ന് ചോദ്യോത്തരം കഴിഞ്ഞിക്കാണ്ട് രാത്രി 11 മണി കഴിയിട്ട് എനിക്ക് അവിടുന്ന് പോരണം. എന്റെ അടുത്ത് ഇപ്പൊ എന്റെ കയ്യിൽ വാഹനമില്ല. വാഹനം ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ പിന്നെ വീട് പണിയിലാണ് ഉള്ളത്. ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ സൗദി അറേബ്യയിലാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു 6 വർഷമായിട്ട് ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ളൂ. എനിക്ക് 3 പെൺകുട്ടികളാണ്. നമ്മൾ പഴയ കുടുംബമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് ഇക്കാര്യം പേടില്ല, പറഞ്ഞു മനസ്സിലായി. പിന്നെ പോലീസ് സ്റ്റേഷൻ, പോലീസുകാരെ, ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ ഞാൻ നല്ല ബന്ധമാണ്. ചെറുപ്പം മുതൽ ഇപ്പോഴും ഒക്കെ നല്ല ബന്ധങ്ങളാണ്. അതുകൊണ്ട് അവരെ എന്തെങ്കിലും പഴയമാരുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഔട്ട് സൈഡിൽ 1, 2 പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി വരുന്ന മുഖാമുഖങ്ങളിൽ ഇതിന്റെ ഉപചോദ്യമായിട്ട് അലവി സക്കാഫ് അവരെ പറഞ്ഞവർ വരികയാണ്. ഉപചോദ്യങ്ങളായിട്ട് ഖണ്ഡനം, നിരൂപണമായിട്ട് വളരെ സാവധാനം, വളരെ പഠനാർഹമായി ഇൻഷാ അല്ലാഹ് റെഫർ ചെയ്തുകൊണ്ട് ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്റെ കയ്യില് കുറച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് ഉണ്ടെങ്കിൽ തന്നെ കാരക്കുന്ന് നടന്ന പ്രോഗ്രാമിന്റെ ആണ് ഉണ്ടാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ചാണ് എനിക്കിനി ചെയ്യാനുള്ളത്. അതില് ഈ ഇസ്തശ്കൽ ഉമ്മത്തി റസൂലുള്ള എന്ന് പറയുന്ന ആ വിഷയം സംബന്ധിച്ചൊക്കെ വീഡിയോ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫോണിൽ കിടക്കുന്നുണ്ടാവും. അന്നത്തെ പ്രോഗ്രാമില് നിങ്ങളുമായിട്ടുള്ള വിവാദപരമായ ആ ഒരു വിഷയം ഉണ്ടല്ലോ, അത് മാത്രമാണ് അവർ റിമൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ അറിവ്. അപ്പോ അത് ഞാൻ അതിന്റെ ക്ലിയർ വേർഷൻ എടുത്തത് നമ്മളുടെ നൗഷാദ് ഹസനിയുടെ വീഡിയോയിൽ നിന്നാണ്. അത് കയ്യിലിരിക്കണ്ടിച്ച് അത് അയച്ചു തന്നാൽ മതിയോ? ആയിക്കോട്ടെ, നിങ്ങളെല്ലാം അയച്ചു തന്നാൽ മതി. 2 അയച്ചോളൂ, ഞാൻ എല്ലാം ഉപയോഗപ്പെടുത്തിക്കോളാം. പിന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് പിന്നെ എടുത്തിരുന്നോ? ഏതാ വെബ്സൈറ്റ് ഒക്കെ എടുത്തിരുന്നോ നിങ്ങള്? ഇല്ല കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല. വേങ്ങരത്ത് മൊത്തത്തിലപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഇല്ല. നമ്മള് ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ മുഴുവൻ എടുക്കൂല. നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് അടിച്ചിട്ട് അവിടുന്നാണ് റെക്കോർഡ് ചെയ്യുക. പിന്നെ അവര് ലിങ്ക് ക്യാൻസൽ ചെയ്തു. ആ പരിപാടി നടക്കുമ്പോൾ, ലൈവ് നടക്കുമ്പോൾ ലിങ്ക് ക്യാൻസൽ ചെയ്തു അവര്. ലിങ്ക് നടക്കുമ്പോൾ ആർക്കും ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ലിങ്ക് കഴിഞ്ഞ് പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ കഴിയും. മറ്റേ ലൈവ് കഴിഞ്ഞ പിന്നെ ലിങ്ക് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തര്. അത് ലിങ്ക് ബ്ലോക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ശരി. അപ്പൊ അങ്ങനെയുള്ള അത് പിന്നെ അവർക്ക് തന്നെ അറിയാം. അവരുടെ ഭാഗത്ത് അബദ്ധം വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം അത് അവർ മുമ്പേ ചെയ്യുന്നതാണ്. അതാണ് ഇവിടെയും ചെയ്തത്. നമ്മൾ അങ്ങനത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ചില സമയത്ത് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, ഇത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടൂല.
പിന്നെ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ റെക്കോർഡ് ചെയ്യുന്ന സാധനം എന്തായാലും അങ്ങനെ നമുക്ക് എവിടേക്കും അയക്കാനും കഴിയില്ല. വലിയ ഫയലായിരിക്കും. കയ്യിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക്, എന്റെ ഈ നമ്പർ നല്ല വരിക, വേറെ നമ്പറിൽ നിന്നാണ് വരിക. ഒരു വീഡിയോ ഞാൻ കണ്ടു, നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ ആ വിവാദ ഭാഗം നിങ്ങൾ ചെയ്ത് ഞാൻ കണ്ടു. അത് ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2 ചെടി, ഒരു ഭാഗം ഞാൻ കണ്ടു. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ മറ്റു ഭാഗങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എവിടെ സ്ഥലം നടന്നത്? ഞാൻ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി റോഡിലേക്ക് ഒരു 1.5 കിലോമീറ്റർ വന്നാൽ അവിടെ സൽഫി മസ്ജിദ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. ശരി. എവിടെ പഠിച്ചിരുന്നത്? എവിടെ നിങ്ങളെ പഠനം എവിടെയായിരുന്നു? എന്റെ പഠനം സൗദി അറേബ്യയില്. നിങ്ങളിന്റെ സൗദി അറേബ്യത്തിലെ കൂടുതലല്ലേ? അതെ. എന്നുള്ള ആ ഒരു പഠനങ്ങൾ തന്നെ ഉള്ളൂ. വേറെ കൂടുതൽ ദീർഘിച്ചൊരു പഠനമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. റിയാദിലുണ്ടായിരുന്നു, ജാലിയാത്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എവിടെയായിരുന്നു? റബുവയിലുണ്ടായിരുന്നു. എക്സിറ്റ് 14-നും 13-നും ഇടയില്. ഞാനവിടെ 17-18 വർഷം ഉണ്ടായിരുന്നു. അതെ. അവിടുത്തെ ഒരുവിധം പ്രോഗ്രാമിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. ഞാൻ മുത്തവന്മാരെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. അതെ. ബാവക്ക ഞാൻ നിങ്ങൾ അവിടുന്ന് പരിചയമുണ്ട് അല്ലേ? ബാവക്ക, നിങ്ങള് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുമ്പോ അതിലുണ്ടായിരുന്ന മൻസൂർ മണ്ണാർക്കാട് ഞാനാണ്. ഇപ്പൊ എനിക്ക് ബാവക്ക മനസ്സിലായി. അത് ശരി, മനസ്സിലായി. ഏതെന്ന് പറയാ, ഒരു 2013-14 ടൈമിലൊക്കെ ഉള്ള റംസാനിലുള്ള വാട്സപ്പ് തുടക്കത്തില്. അതെ, അതിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുമ്പോ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ മറ്റേ ഇവരുടെ ഈ ഖുറാഫികളുടെ ചില ബെയ്ത്തുകളൊക്കെ പാടിയിട്ട് വരാറുണ്ടായിരുന്നു. ഓർമ്മയായി. എന്നിട്ട് നമ്മൾ നേരിട്ട് കണ്ട സമയത്ത് നിങ്ങൾ പറഞ്ഞു എന്നെ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, മാറ്റേണ്ടെന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയായി. അന്ന് ബാബു സാഹിബ് വിസ്ഡത്തിന്റെ പ്രവർത്തകനാണ്. അതെ, സജീവ പ്രവർത്തകനാണ്. അതെ, അന്ന് നിങ്ങൾ ബത്തേലാണുള്ളത്. അതെ, ബത്തേൽ സഫാമൊക്കെ, ഞാൻ സഫാക്കിന്റെ മാർക്കറ്റ് മാനേജറൊക്കെ ആയിട്ട് കുറച്ചാലുണ്ടായിരുന്നു. ഇപ്പോഴാണ് ബാബാക്കാന മനസ്സിലായത്. അവിടെ എല്ലാ പരിപാടിക്കും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നത് ഞാനിരുന്നു. അതായത് മുജാഹിദും KNCC അല്ലാത്ത എല്ലാ പരിപാടിക്കും ഹെൽപ്പ് ഞാൻ പുറകിൽ നിൽക്കാണ്ട്, പിന്നെ മുത്തവന്മാരെ പിടിക്കുന്ന കേസിൽ ഇറക്കിക്കൊണ്ടിരുന്നും, പോലീസിന്റെ, അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ പരിപാടിയും കോൺഗ്രസിന്റെ പരിപാടിയും മറ്റുള്ള കൾച്ചർ എല്ലാ പ്രോഗ്രാമുകൾക്കും ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്ന ഞാനായിരുന്നു. ബാവാക്കാൻ ഞാൻ എന്നിട്ട് ബത്തേൽ വന്നിട്ട് നമ്മള് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്ന് നമ്മൾ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. തന്നെ? ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായി. 10-12 വർഷമായി. അതുകൊണ്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോ ഞാൻ ചിലപ്പോ ഇതില് ഏതെങ്കിലും ഒരു ഭാഗം ഇത് ഒരു വിശദീകരണമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വോയിസ്, നമ്മളിപ്പോ സംസാരിച്ച വോയിസിൽ നിന്ന് ചിലപ്പോ ഒരു പീസ് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടില്ല, ചെയ്തോളൂ. നന്മയുള്ളതൊക്കെ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. അതെ, അതില് റിയാദിൽ തന്നെയുള്ള ഒരു സഹോദരൻ, നല്ല ബന്ധമുള്ള ആളാണ്, ആള് കൊല്ലത്തേരനാണ്. അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ചു. ഇദ്ദേഹം ചോദ്യം ചോദിച്ച് അതിന് മറുപടി വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് ഉപചോദ്യം ചോദിക്കുന്നില്ല, മനസ്സിലായി എന്ന് പറയുന്നു. അത് ഈ AP വിഭാഗം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഇതിലൂടെ വരുത്താനും കഴിയും. ഇൻഷാ അല്ലാഹ്. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വിളിക്കാൻ PM ബന്ധപ്പെട്ടു. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.